പ്രധാനമന്ത്രിയെ അവഹേളിച്ചെന്ന പരാതിയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണിക്കെതിരെ കേസെടുത്തു. കോഴിക്കോട് സിറ്റി സൈബർ പോലീസാണ് കേസെടുത്തത്. റിയാസ് കെമാർ ചേരുന്നുണ്ട്. റിയാസ്, ജാൻമണിക്കെതിരെ എന്തൊക്കെ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്? വിശദാംശങ്ങൾ. മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണി കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രധാനമന്ത്രി അവഹേളിച്ചെന്ന പരാതി ഉയർന്നത്. ഇൻസ്റ്റഗ്രാമിൽ അവർ ഇട്ട ഒരു വീഡിയോയിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തിപരമായി അധിക്ഷേപിച്ചു എന്നാണ് പരാതി. ഇത് സംബന്ധിച്ച പരാതി നൽകിയിരുന്നത് ഇന്നലെ മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് ആയിരുന്നു. അവർ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയാണ് പിന്നീട് കോഴിക്കോട് സിറ്റി സൈബർ പോലീസിന് കമ്മീഷണർ കൈമാറിയത്. അതിൽ അന്വേഷണം നടത്തുകയും തുടർന്ന് BNS ഭാരതീയ ന്യായ സംഹിത 356/2 ഉപനുച്ഛേദ 2, ഒപ്പം തന്നെ കേരള പോലീസ് ആക്ട് 2011 120 വകുപ്പുകൾ ചുമത്തിയിട്ടാണ് ഇപ്പോൾ ജാൻമണിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പോലീസ് അതിൽ പ്രധാനമായും പറയുന്നത് സമൂഹത്തിൽ ലഹള ഉണ്ടാക്കണമെന്നും പൊതുസമാധാനം തകർക്കണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി പ്രതി വിവിധ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപകീർത്തിപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്യുന്നതിന് തരത്തിലുള്ള പരാമർശം നടത്തി കുറ്റകരമായ പ്രവൃത്തി ചെയ്തു എന്നും മറ്റുമുള്ളതാണ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത്. കോഴിക്കോട് സിറ്റി സൈബർ പോലീസിന്റെ ACP SM പ്രദീപ് കുമാറിനാണ് ഇതിന്റെ അന്വേഷണ ചുമതല. നവ്യ ഹരിദാസിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത്. ശരി, വ്യക്തമാണ്. പ്രധാനമന്ത്രിയെ അവഹേളിച്ചെന്ന പരാതിയിലാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ജാൻമണിക്കെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. വിവരങ്ങൾ നൽകിയത് റിയാസ് കെമാർ.